ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ്. ചരിത്രത്തിന്റെ ആധാരശിലകൾ, ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻ്റെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. വിശാലമായ പ്രദേശത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും വലിയൊരു രാജ്യത്തിൻ്റെതാവാം. ഇതിൻ്റെയൊക്കെ എന്താണ് ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. വലുത്, അതായത് വലിയ കൺട്രിയുടെയോ അല്ലെങ്കിൽ വലിയ പ്രദേശത്തിൻ്റെയൊക്കെ അവിടുത്തെ എന്തെങ്കിലും സംഭവങ്ങളുടെയൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷേ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പ്രദേശത്തിന്റെ ചരിത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. എന്താണ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ സ്മോൾ റീജിയൻ. ഈ ഒരു പോയിന്റ് പഠിക്കുക. അല്ലെങ്കിൽ ഒരു സ്മോൾ റീജിയൻ, ഒരു ചെറിയ പ്രദേശത്തിന് എന്താണ് ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. നിങ്ങൾക്ക് ഷോർട്ടായിട്ടൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ മക്കളെ, ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ്. ഓക്കെ, എഴുതപ്പെട്ട രേഖകൾ, അതുപോലെ പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി നമ്മൾ ചരിത്രം നിർമ്മിക്കുന്നു. ഓക്കെ, ചരിത്രം നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ചരിത്രം നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കോ. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ റിട്ടൺ ഡോക്യുമെന്റ്, എഴുതപ്പെട്ട രേഖകളിലൂടെ, അതുപോലെ ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെയൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സിലൂടെയൊക്കെയാണ് നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുപോലെ നമ്മളൊരു പ്രദേശത്തിന്റെ ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് എന്താ മാറ്റം ഉണ്ടാകുന്നത്? അവിടുത്തെ ഒരു പ്രദേശത്തിന്റെ ആഘോഷങ്ങൾ, അവരുടെ ഭക്ഷണങ്ങൾ, അതുപോലെ ഓരോ ആ ഒരു പ്രദേശത്തിലുള്ള ആളുകളുടെ സംഭാവനകൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, പ്രാദേശിക ആഘോഷങ്ങളും റുചിശീലങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും അതൊക്കെയാണ് മെയിനായിട്ട് ഇതിലേക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെയും, അതുപോലെ റിട്ടൺ ഡോക്യുമെന്റ്, എഴുതപ്പെട്ട രേഖകളിലൂടെയും, അതുപോലെ ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചരിത്രം ചെയ്യുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ഫെസ്റ്റിവൽസ്, അതുപോലെ അവിടുത്തെ കസ്റ്റംസ്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ട്രഡീഷൻ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നത്. ഓക്കെ, അതുപോലെ മക്കളെ, ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ചരിത്രം കണ്ടുപിടിക്കാനുള്ള സ്രോതസ്സുകളാണ് ചോദിച്ചത്. പ്രാദേശിക ചരിത്രത്തിന്റെ വേറെയാണ്. അതായത് ഹിസ്റ്ററി, അതായത് നമ്മുടെ ഹിസ്റ്ററിയുടെ സ്രോതസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കിയോളജിക്കൽ റിമൈൻഡ്സ് അഥവാ പുരാവസ്തുക്കളുണ്ട്. ദെൻ മോണമെന്റ്സ് അഥവാ സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ് സഞ്ചാരക്കുറിപ്പുകളിലൂടെ, പത്രങ്ങൾ അഥവാ ന്യൂസ് പേപ്പർ, ഔദ്യോഗിക രേഖകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററി കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ മക്കളെ മെയിൻ ആയിട്ട് ആർക്കിയോളജിക്കൽ സോഴ്സസ് പറഞ്ഞില്ലേ, നമ്മൾ ഹിസ്റ്ററി രേഖപ്പെടുത്താൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എഴുതപ്പെട്ട രേഖ, അതുപോലെ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അതിൽ വരുന്നതാണ് ലിത്തിക് മോണമെന്റ്സ് അഥവാ ശിലാസ്മാരകങ്ങൾ, ഗുഹകള്, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, അതുപോലെ നാണയങ്ങൾ, ഇതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ നോക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ഇന്ന് മെക്കാ മാരത്തോള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, തളി ക്ഷേത്രം, തളി ടെമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഓരോ ചരിത്ര സ്മാരകങ്ങൾക്ക് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ തളി ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു പണ്ഡിത സദസ്സ് നടന്നിരുന്നത് നമ്മുടെ തളി ക്ഷേത്രത്തിലാണ്. അതുപോലെ നമ്മുടെ മിഷ്കാൽ പള്ളി, അതായത് നമ്മുടെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ യുദ്ധ കേന്ദ്രമായിരുന്നു ഈ പറയുന്ന മിഷ്കാൽ പള്ളി. ദെൻ ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുന്നത് പോർച്ചുഗീസ് സാന്നിധ്യത്തിന് ഒരു സ്മാരകമാണിത്, ഈ ഒരു ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അതായത് ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുന്നത് പോർച്ചുഗീസ് സാന്നിധ്യമാണ്. അവിടെ സാന്നിധ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ സീ ബ്രിഡ്ജ് ആണെങ്കിലോ ട്രേഡ് റിലേഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് റിലേഷൻ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള രേവതി പട്ടത്താനം എന്ന് പറയുന്ന ആ ഒരു പണ്ഡിത സദസ്സ് നടന്നിരുന്നത് ഈ പറയുന്ന തളി ക്ഷേത്രത്തിലാണ്. ദ ഫേമസ് സ്കോളാസ്റ്റിക് അസംബ്ലി നെയ്മഡ് രേവതി പട്ടത്താനം ഡ്യൂറിംഗ് the reign of Samurin was conducted at the Tali Temple. Okay, മിസ് പറഞ്ഞില്ലേ, തളി ടെമ്പിൾ സാമൂതിരിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു പണ്ഡിത സദസ്സ് അത് നമ്മുടെ കോഴിക്കോടുള്ള തളി ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ,
അതുപോലെ ഇതാ മിസ് പറഞ്ഞില്ലേ മിഷ്കൽ പള്ളി, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ദ മേജർ വാസ്പോർട്ട് ഓഫ് ദ സാമൂരിൻ എഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസുമാർക്ക് എതിരെയുള്ള സാമൂതിരിയുടെ യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കൽ പള്ളി എന്ന് പറയുന്നത്. അതുപോലെ കോഴിക്കോട് പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ ഒരു സ്മാരകമാണ് എന്താ ദേവമാത കത്രീഡ്. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായിട്ട് കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന സീ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹിസ്റ്ററി കാണാനുള്ള സോഴ്സസ് പഠിച്ചില്ലേ, അതുപോലെ നമ്മുടെ എന്താണ് ഒരു പ്രദേശത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി കാണാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാ? പ്രാദേശിക നിരീക്ഷണം, മെമ്മറീസ് അഥവാ ഓർമ്മകള്, പ്ലേസ് നെയിംസ്, സ്ഥലനാമ ചരിത്രങ്ങള്, കുടുംബ ചരിത്രം, ഫാമിലി ഹിസ്റ്ററി, ഔദ്യോഗിക രേഖകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്, പണയരേഖകൾ, ആധാരങ്ങൾ, ഓക്കെ, അതുപോലെ നാട്ടറിവുകൾ, ആചാര അനുഷ്ഠാനങ്ങൾ, ഓക്കെ, അതായത് ലോക്കൽ നോളജ് റിറ്റ്സ് ആൻഡ് റിച്വൽ സോങ്സ്. ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രം കാണാനുള്ള സ്രോതസ്സുകളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് എന്തായാലും പഠിച്ചോ. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എന്താണ് വീഡിയോസ് നമ്മൾ ഇനിയും നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് മെഗാ മാരത്തോൺ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എല്ലാ മക്കളും എന്താണ് ലൈവിൽ ഉണ്ടാവുന്നത് കേട്ടോ. ബൈ ഗൈസ്.